നോക്കണ്ട മോഡലാണ് 5 മദ്രസ പഠിക്കുന്ന കുട്ടികളാട്ടോ ഫ്ലവറൊക്കെ പിടിച്ചിട്ട് ഇവര് യൂട്യൂബിലൊക്കെ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇവരെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളൊരു കല്യാണത്തിന് പോകണം കേട്ടോ. നമ്മളെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിൻ്റെ വ്ളോഗ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോണത്. അതിൻ്റെ മുന്നേ ഇന്നലെ നമ്മളെ ചാനലൊന്ന് ഹാക്കായി പോയി, യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാനത് ഹാക്കായി പോയത് എന്ന് വിഷയം അറിഞ്ഞത്. അങ്ങനെ രാവിലെ ആയിരുന്നു, ഒരു 6:30 സമയത്താണ് നമ്മൾ ഈ വിവരം അറിഞ്ഞത്. ചാനൽ രാവിലെ ഹാക്കായി. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ വിളിച്ചത് നജീബ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് കാണുന്ന ആളുകൾക്കൊക്കെ അറിയുണ്ടാവും. ഇത് ഓട്ടോമൊബൈൽ റിവ്യൂ നടത്തുന്ന നജീബ് റഹ്മാൻ, മൂപ്പരാണ് വിളിച്ചത്. നമ്മളൊരു ഉറ്റ സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ 4-5 പ്രാവശ്യം വിളിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആരെ വിളിക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഊനൈസ് അഹമ്മദ്, നമുക്കറിയാം അഷ്കർ ടക്കി എന്ന് പറഞ്ഞ ഒരാളെ ചാനൽ ഹാക്കായപ്പോൾ അത് റെഡിയാക്കി എടുക്കാനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഊനൈസ് അഹമ്മദ് പറഞ്ഞ ആളെ നമ്മളെ സുഹൃത്താണ്. പിന്നെ അദ്ദേഹത്തിന് ഞാൻ വിളിച്ചു. അദ്ദേഹത്തിന് ഒരു 5-6 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ചാനൽ ഹാക്കായി സഹായിക്കാൻ കഴിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നൈസ് അഹമ്മദ് പെട്ടെന്ന് തിരിച്ചു വിളിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു 2-2.5 മണിക്കൂർ മെനക്കെട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് കുറേ സെറ്റാക്കിയിട്ടാണ് നമ്മളെ ചാനൽ തിരിച്ചു കിട്ടിയത്. ഏതായാലും വളരെ സങ്കടമുള്ള ഒരു സമയമായിരുന്നു. കാരണം നമ്മൾ കുറേ വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ റീച്ച് കുറച്ചൊക്കെ ആയി വന്നപ്പോൾ ചാനൽ പോകാറുമ്പോൾ അയാളെ പേര് മാറ്റി അയാളെ സംഭവങ്ങളൊക്കെ അതിലിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് ഹൈഡ് ചെയ്ത് അങ്ങനെ മൊത്തത്തിലൊരു മാറ്റിയിരുന്നു ചാനൽ. ഏതായാലും അൽഹംദുലില്ലാ തിരിച്ച് കിട്ടി. അപ്പോൾ നൈസ് അഹമ്മദിന് നമ്മൾ ഒരുപാട് നന്ദി പറയണം. അദ്ദേഹമാണ് നമുക്ക് ചാനൽ തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ പഴയ രൂപത്തിൽ തന്നെ ആക്കി ചാനൽ സേഫാക്കി വെച്ച്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. നമ്മളെ സുഹൃത്ത്, നമ്മളെ കൂടെ ഉള്ളത് സുഫൈർ സക്കാഫി വയനാട്. ഞാനും മൂപ്പരും ഒരുമിച്ച് പഠിച്ചാണ്. ഇപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകണം. അഷ്റഫ് സക്കാഫി, ഞങ്ങൾ മർക്കസിൽ ഒരുമിച്ച് പഠിച്ചാണ്. മൂപ്പര് ദാറുൽ ഫലാൽ പഠിച്ചാണ്. ദാറുൽ ഫലാൽ മൂപ്പരെ ജൂനിയേഴ്സാണ് ഈ 2 ആളുകൾ. ഷാഫി ഹാഷിമി അല്ലേ, ആലപ്പുഴ പിന്നെ ഹാഷിമിയ കോളേജിൽ പഠിച്ചാണ്. താമരശ്ശേരി മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. ഞാനാദ്യമായിട്ട് കാണുന്നത്, പക്ഷേ ആൾ ഭയങ്കര ഫേമസാണ്. പിന്നെ അഫ്സൽ ലത്തീഫി, നിങ്ങളെ വീട് ഇവിടെ ഇരട്ടമല വെള്ളമുണ്ട. അപ്പോൾ നമ്മൾ അഷ്റഫ് സക്കാഫിയുടെ കല്യാണത്തിന് വേണ്ടി വന്നതാണ് ഇവര്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ രാവിലെ ഇങ്ങനെ കല്യാണത്തിന് വേണ്ടി പുറപ്പെടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല. നമ്മൾ അങ്ങനത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഉറ്റ സുഹൃത്ത് അഷ്റഫ് സക്കാഫിനെ അറിയുന്ന ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഈ വീഡിയോ കാണലുണ്ടാവും. നമ്മൾ അത്തറിൻ്റെ വീഡിയോയിലൊക്കെ മൂപ്പരാണ് നമ്മൾ അത്തർ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആൾ. അപ്പോൾ മൂപ്പരെ കല്യാണം ആയതുകൊണ്ട് നമ്മൾ ഒന്നാണ് സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം കല്യാണത്തിന്റെ കാഴ്ചകളൊക്കെ പകർത്താൻ പറ്റും നോക്കി നോക്കാം. വഴിയിൽ നിന്ന് നമ്മളൊരു സുഹൃത്ത് ഷഫീഖ് സക്കാഫ് ഉണ്ട്, മൂപ്പരെ കയറ്റാച്ചിട്ട് ഇങ്ങനെ സൈഡാക്കിയാണ് വന്നത്. ഇത് കയറുണ്ടോ? അവിടെ വരാം, എന്നാ കൊണ്ട് വാ. മൂപ്പര് തീ കയറുന്നില്ലായിരുന്നു, മൂപ്പരാ പോണേ. നമ്മളെ പുതിയാപ്പിള വണ്ടിയാണിത്. പുതിയാപ്പിള വണ്ടിയിലെ ഡ്രൈവറാണ് നമ്മളെ ഷാഫി ഹാഷിമി. മൂപ്പർക്കൊരു പോതി ഇന്ന് പുതിയാപ്പിള ഡ്രൈവറാവണമെന്ന്. അപ്പം നമ്മൾ കൊപ്പത്തെത്തിട്ടോ. കൊപ്പം നമ്മൾ വിളയൂരെന്നൊക്കെ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. നല്ലൊരു രസകരമായ ഒരു ഗ്രാമമാണ്, കൃഷികൾ തിങ്ങി നിറഞ്ഞൊരു ഗ്രാമമാണ് ഇത് നമ്മളെ കൊപ്പം. ഇവിടെ നമ്മൾ ഒരു പുതിയൊരു സംരംഭം കേട്ടോ, GNCC എന്ന് പറഞ്ഞിട്ട് വരീബ് നവാസ് കൾച്ചറൽ സെൻറ്റർ. ഞാൻ നേരത്തെ EV അബ്ദുറഹ്മാൻ സാറ് ഒരു പിന്നെ എഡ്യൂക്കേഷണൽ സംരംഭത്തിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഇവിടെ ഒരു കഞ്ഞി വിതരണം ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. സൗജന്യമായിട്ട് കഞ്ഞി കൊടുക്കും വരുന്ന ആളുകൾക്കൊക്കെ രാവിലെ. അപ്പോൾ കൊപ്പം GNC എന്ന് പറഞ്ഞ പുതിയൊരു സംരംഭം തുടങ്ങിയതാണ്. പിന്നെ ഇതാണ് കൊപ്പം പട്ടണം. അപ്പോൾ എന്താണ് ഷാഫി സാർ എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആദ്യമായിട്ട് വീഡിയോ എടുത്ത് കാണുമ്പോൾ ഒരു ഇതല്ലേ, ഇതെന്താണ് പകച്ചു പോയി. അത്രേ ഉള്ളൂ. സുഫൈർ ഉസ്താനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാഫിദ് സ്വാദിഖ് അലി ഫാദിലി, എല്ലാവർക്കും അറിയാം, ബുർദ രംഗത്ത് മികച്ചു നിൽക്കുന്ന ഫാദിലി ഉസ്താദിന്റെ ബുർദ സദസ്സുകളിലൊക്കെ ഒരു എന്താ പറയാ മെയിനാണ്. ഫാദിൽ ഉസ്താദിന്റെ പാട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ട്. ഏതാണ് ആ പാട്ട്? മുത്ത ഒരു പാട്ട് ഇറങ്ങിയില്ല കഴിഞ്ഞ റബീഉൽ ഒരു പാട്ട് ഇറങ്ങി. എനിക്ക് പാട്ടിന്റെ വരി ഓർമ്മയില്ല. ആ പാട്ടിലൊക്കെ കാണാം. അതേപോലെ ബുർദ സദസ്സുകളിലൊക്കെ കാണാം. നമ്മള് റൂമിലായിരുന്നു മർക്കസിലെ. നമ്മള് സൂപ്പർ വലിയ ആളാണ് കേട്ടോ. നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കണ്ടില്ലേ. നല്ല നീണ്ടു കിടക്കുന്ന പാടങ്ങള്, നടുവ് കൂടെ റോഡ്, അവിടെ ഒരു മല. പിന്നെ ഇവിടുത്തെ ഒരു ലോറിയിൽ വൈക്കോലൊക്കെ കയറ്റി ഇങ്ങനെ പോണേ. വൈക്കോൽ ഇങ്ങനെ ഒരു ഉണ്ടാക്കണുണ്ടല്ലേ, റൗണ്ട് ഷേപ്പ്.
ഇന്നിപ്പോ അഷ്റഫ് സഖാഫിയുടെ കല്യാണത്തിന്റെ അവിടെ നമ്മള് ബുർദൊക്കെ ഉണ്ട്, സുഫൈർ ഹുസൈന്റെ നേതൃത്വത്തിൽ ബുർദ മജ്ലിസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് പറ്റുകയാണെങ്കിൽ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമല്ലോ, നമ്മളെ വീഡിയോ എടുക്കാൻ പറ്റിയ ആൾക്കാരൊന്നുമില്ല. ആൾക്കാരില്ല പറഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയ നമ്മള് കട്ടിങ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കട്ടോ. നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ അവിടെ എത്തിട്ടോ, ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ അഷ്റഫ് ഹുസൈന്റെ കല്യാണം. എന്താ അവാഫി ഓഡിറ്റോറിയം. എല്ലാവരും എത്തിയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റാണ്, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വരാന്നല്ലേ. ഒട്ടിക്കണം. ഇവിടെയാണ് കല്യാണം. ആളുകളൊക്കെ സദസ്സിന്റെ മുന്നിൽ ഇങ്ങനെ അണ്ണി നിരന്നിരിക്കട്ടോ. തമാശ കളിക്കല്ലേ നിങ്ങളെ വേറെ 5 മിനിറ്റ് ഞാൻ അവിടെ മൂപ്പര മഹലിലെ ആൾക്കാരാണ്. വയനാട്ട് വെണ്ണിയോടിലെ ഖത്തീബാണ്. അറിയില്ല, എ സി ഒക്കെ കൂട്ടി തണുപ്പില്ലല്ലോ തീരെ. എന്താണ് പുതിയാപ്പിളയുടെ വിശേഷങ്ങൾ? എന്റെ പ്രിയപ്പെട്ട എന്റെ ആത്മമിത്രങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം. കല്യാണം ഞാനും അഷ്റഫ് സഖാഫി സുഫൈർ സഖാഫി ഒക്കെ ഒരു റൂമിലായിരുന്നു കേട്ടോ, മർക്കസില്. പിന്നെ കല്യാണം ആകുമ്പോ ഓൾറെഡി ഹാപ്പി ആയിക്കാരല്ലോ. അമീൻ നിങ്ങൾക്ക് വയ്യാറില്ല ഓഫീസാ? അതാ ടയറതാ, ഈ ടയറിന്റെ അവിടെ നിന്ന് കേട്ടോ ബൈക്കർ കുറച്ചായതുകൊണ്ട്. അപ്പൊ ഇന്ന് സത്യത്തിൽ അഷ്റഫ് ഉസ്താദിന്റെ കൂട്ടിരിക്കലും കല്യാണം കൂടിയാണ് കേട്ടോ, അല്ലേ അഷ്റഫ് ഉസ്താ? അപ്പൊ വീടൊക്കെ നമ്മൾ കാണിച്ചു തരാം. അല്ല കിട്ടിലും വീട് അള്ളാഹു ബർക്കത്ത് നല്ല നിർത്തി കൊടുക്കട്ടെ വീട്ടിലും ജീവിതത്തിലൊക്കെ. നമ്മളെ ഷാഫി ഉസ്താദ് ഭയങ്കര ഡ്രൈവർ ആയതുകൊണ്ട് ഏത് റോഡ് ഉണ്ടാക്കിയൊക്കെ പോണ സ്ഥലത്ത് കൂടെ. അഷ്റഫ് ഉസ്താദിന്റെ ജ്യേഷ്ഠനും അഷ്റഫ് ഉസ്താദൊക്കെ കൂടി ഉണ്ടാക്കിയ പുതിയ വീടാണ്. ഇതിന്റെ കൂടിയിരിക്കലും ഇതിന്റെ കല്യാണം കൂടിയാണ്. അതവിടെ ഒരു ബൈക്ക് പറിച്ചു കിട്ടിയില്ല വീടാണ്. എന്തൊക്കെ ഉണ്ട് കല്യാണത്തിന് വന്നാ? അല്ല സൂപ്പർ വീടാണ്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് പോയതാട്ടോ. ഇത് അഷ്റഫ് ഉസ്താദിന്റെ ഒരു നാട്ടുകാരനാണ്. കുട്ടികള് എന്താ അവിടെ എന്ത് അപ്പൊ എന്ത് ബന്ധത്തിലാ? നമ്മളാണ് ആ കുട്ടികളെ അല്ല. വാലൈക്കും സലാം. ആ കുട്ടികൾ എവിടുന്നാണ്? മദ്രസ പഠിക്കണ കുട്ടികളാട്ടോ. ഫ്ലവറൊക്കെ പിടിച്ചിട്ട് ഇവര് യൂട്യൂബിലൊക്കെ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ട് എന്നാ പറഞ്ഞു. ഇവരെ ഒന്ന് ഇവിടെ കേറി. എന്താ മോൻ എൻ്റെ പേരെന്താ? എവിടെ വീട്? ഇവരെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഉസ്താദിന്റെ അണ്ടറിലാണ് ഇപ്പോൾ ഇത്. അതിന്റെ പേര് ഷമീർ മുസ്ലിം. തിരൂർ തന്നെ. ഇതിങ്ങനെ കല്യാണങ്ങൾക്ക് ഫ്ലവർ എന്താണ് ഫ്ലവർ ബഫ് എല്ലാവരും വിളിച്ചാൽ അങ്ങനെ പോകും. ബഫ് പരിപാടിയൊക്കെ. പക്ഷേ നമ്മൾ മണിയറ കാണാൻ പോവാണ്. നടക്കൂട്
ഇതാ കല്യാണത്തിന് മാങ്ങ തന്നെ ഇവിടെ. അവിടെ മാങ്ങണ്ട്, അപ്പുറത്തെ പേർക്ക് ചാടി, ഇവിടുത്തെ ചാടി അപ്പുറത്തെ വാർപ്പിന്റെ മുകളിലാണ്. അവിടെ നല്ല മാങ്ങണ്ട്. ഇതോ ഇതിന്റെ പൈസ ആരാന്ന്? ഞാൻ തന്നല്ലേ ഇതിന്റെ പൈസ? വേ മാറ്റി കൊടുത്താണ് പുതിയ ആപ്പിള. ഷഫീഖ് സഖാഫി. ഇത് ഷഫീഖ് സഖാഫി നമ്മളെ ആത്മസുഹൃത്താണ് വളപുരം. സൈനാർ സഖാഫി ഞങ്ങളെ ബാച്ചിലുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ വിദേശത്ത് സൂപ്പർ മാർക്കറ്റ് എടുത്ത ഇതൊക്കെ ഇന്നലെ ഒട്ടിക്കണ്ടല്ലോ. ഇപ്പോൾ ഒട്ടിക്കണം. ഇത് നമ്മളെ ബാച്ച് കൊടുക്കണ സുഫയറിന്റെ മാത്രമൊക്കെ ഇത് ഇതില്ല കേട്ടോ. ഇത് ഞങ്ങള് എല്ലാരും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞാണ്. ഒരു മൂപ്പര് വക മാത്രം കൊടുത്തേക്ക. ഇതാ സുഫയർ സഖാഫി. സഖാഫി ചളവറ നമ്മളെ കല്യാണത്തിന് വേണ്ടിട്ട് നമ്മളെ അസറഫ് സഖാഫിയുടെ കല്യാണത്തിന് ഗൾഫിൽ നിന്ന് മിഞ്ഞാന്ന് ലീവ് എടുത്ത് വന്ന ആളാണ്. ശരിക്കും സത്യമായിട്ട് സത്യം പറഞ്ഞ കല്യാണത്തിന് വേണ്ടി വന്ന അതൊക്കെ ഒരു അസറഫ് സഖാഫിനോടുള്ള ഇത് മേത്തേക്കണ അറിയില്ല അത്രല്ല കാര്യത്തില്. ഇതാ ലോഷൻ അൽ ജിസ്മ ഇരിക്കണോ മേ ഷക്കാഫി. നിനക്ക് നിന്റെ കല്യാണത്തിന് പിന്നെ ഇതിന്റെ അത്ര ഡബ്ബുള്ള അത്ര കുപ്പിയില്ല കണ്ടോ ഒക്കെ പൂത്തി വെച്ചിക്കാണ് അവിടെ. നമ്മളെ ബർക്കാത്ത് വാങ്ങിയ സാധനങ്ങളുണ്ട് കേട്ടോ. ബർക്കാത്തിന്റെ വീഡിയോ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അഷറഫ് ഫുള്ള് ബർക്കാത്തിന് അടുത്ത്. ഇത് ബോഡി സ്പ്രേ നമ്മൾ കാണാതെ കുറെ പോയി വാങ്ങിക്കണല്ലോ. അതൊക്കെ വാങ്ങിയോ? നൂറാനിക്കെട്ട് കെട്ടി വെച്ചിരിക്കണം ഇവിടെ. ഇനി തലമക്കെട്ട് തന്നെ വെക്കായി. കല്യാണത്തിന്റെ ഇടയിൽ ബാക്കിലൊന്ന് മാങ്ങാൻ നിനക്കൊരു പൊട്ട്. ഈ അണ്ടിക്കും തണുക്കോ ഷാഫി? എന്താ രസം. ഈ ബജറഫ്സാന്റെ പേരന്റെ മേഘണ്ട നമ്മളെ പിന്നെ മർക്കസിലെ ചെറിയ പുസ്തകത്തിന്റെ പ്രിയപ്പെട്ട ഖാദിമാണ്. മർക്കസ് പഠിക്കുന്ന സമയത്ത് നമ്മളെ കല്യാണത്തിന് തിരക്കുകൾ മാറ്റിച്ച് വന്നതാണ്. മലമ്പുഴത്തെ ഖത്തീബാണ്. മലമ്പുഴത്തെ ഖത്തീബ് കേട്ടോ. ബാബു കയറിയ മലല്ലേ? ബാബു നമ്മളെ കുട്ടികൾ ഫുള്ള് സെറ്റാട്ടോ. അഷ്റഫ് ഹുസൈനെ വിദ്യാഭ്യാസത്തോടൊപ്പം പോകാൻ വന്ന കുട്ടികളാണ്. എന്താ പേര്? പേരെന്താ? അക്മൽ. എത്ര ക്ലാസ്സിലാ? 3-ലോ 1-ല്? സൂപ്പറാ. അസീം എത്രയിലാ? 2-ല്. ദഫ് കളിക്കോ? ദഫ് പേരേക്കാരല്ലേ ബാക്കിയുള്ളവര്? ആ بدء بهجتنا والصلاة على النبي يوم الزواج لنا باسم رب العالمين بدء بهجتنا والصلاة على النبي يوم قاسي آدين اللهم ظلهم لرفعتنا بارك الله لكما وبارك عليكما جمع الله بينكما في وجب شكر علينا
സുഹൃത്താട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ അഷ്റഫ് ഹുസൈൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ കണ്ടു. നമ്മൾ സബ്സ്ക്രൈബറാണ്. SYSന്റെ സെക്രട്ടറി പ്രസിഡന്റാണ് അഷ്റഫ് അലി സക്കാഫ്. ഇവിടെ വന്നപ്പോൾ നമ്മളെടുത്തേക്ക് വന്ന് പരിചയപ്പെട്ടാണ് നമ്മളെ സന്തോഷമായതാണ്. ഇറങ്ങടാ. ഇപ്പോൾ അഷ്റഫ് സക്കാഫിയുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ പോകുന്നു കേട്ടോ. അവിടുന്ന് എല്ലാവരും ഉണ്ട്. നമ്മൾ പോകുന്ന ഇപ്പോൾ കൊണ്ടോട്ടി എത്താറായി. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്താ പറയുക, കാരണം ഒരുപാട് കല്യാണം അല്ലേ, ആർഭാടങ്ങളാണ് കല്യാണങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. പടക്കമൊക്കെ പൊട്ടിച്ച് പുതിയാപ്പിളൊക്കെ ഇറങ്ങുമ്പോൾ ഒരു മൂത്ത് കടിക്കുന്ന സാധനമല്ലേ, എന്നിട്ടത് പെണ്ണിൻ്റെ മേത്തക്കും ഈ ചെക്കൻ്റെ മേത്തക്കും കൂടിയാണ് അടിച്ചിട്ടേ ആകെ അങ്ങോട്ട് എരപ്പൊക്കെ എന്നൊക്കെ പറയില്ല. ഇതൊരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിൻ്റെ വശത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആരാധനയാണ്, ഒരു പുണ്യകർമ്മമാണ്. അതായത് രണ്ടാളുകൾ ഒരു ജീവിതം തുടങ്ങുകയാണ് കല്യാണം എന്ന് പറഞ്ഞാൽ. ആ തുടക്കം തന്നെ പടക്കമൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ തുടങ്ങിയാൽ, അല്ലെങ്കിൽ നമ്മളൊരു പേക്കൂത്തൊക്കെ നടത്തി ഒരുപാട് പിന്നെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ആ ജീവിതത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നല്ലത് കൊണ്ട് തുടങ്ങിയാലല്ലേ നല്ലത് കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്താ പറയുക നല്ല ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ ഒരു വിവാഹം. അത് പൊതുവെ ഉസ്താദുമാരെ കല്യാണമൊക്കെ അങ്ങനെയാണ് നടക്കല്. നമ്മളിപ്പോൾ കോഴിക്കോടൊക്കെ കല്യാണം കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ എടുക്കേണ്ട അടുത്ത് കൊണ്ടതാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു